അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ സ്പോട്ടക്കിന്റെ മുത്താണ്. സത്യം പറയാം, നിങ്ങളെ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. നമ്മുടെ ബിസിനസിന്റെ ചരിത്രം ഒന്ന് ആളുകളിലേക്കൊന്ന് പറഞ്ഞു കൊടുക്കി. ബിസിനസിന്റെ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനൊരു ഫുട്വെയറിന്റെ ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഷൂസിൻ്റെത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഷൂസിന്റെ ഹോൾസെയിൽ ബിസിനസ്സിലുള്ളത്. അപ്പോൾ എൻ്റെ സ്വദേശം വന്ന് നാദാപുരം ജാതിയേരി അറിയോ, പരിചയണ്ടാ? കേട്ടിട്ടുണ്ട്. നാദാപുരം കേട്ടിട്ടുണ്ടാ? അപ്പൊ നാദാപുരം ജാതിയേരി, അവിടുന്ന് ബാംഗ്ലൂർ ദുബായ്. ദുബായ് അതല്ല ഞാൻ ചോദിക്കണതല്ല. പിന്നെ ഞങ്ങളെ ഉപ്പാപ്പ തലമുറകളായിട്ട് ബിസിനസ് രംഗത്തേക്ക് വന്നൊരു സംഭവം കേട്ടു, അതൊന്ന് പറഞ്ഞുതരി. കാരണം പിന്നെ ബാംഗ്ലൂരിൽ പോയിട്ട് ഫുട്വെയർ ഉണ്ടാക്കി അവിടുന്ന് അങ്ങനെ ഉണ്ടാക്കി വിറ്റു, അങ്ങനെയുള്ള ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പാന്റെ കൂടെ ബാംഗ്ലൂർ, ഉപ്പാന്റെ ഉപ്പ, അതായത് ഉപ്പാപ്പാന്റെ കൂടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഉപ്പയിലേക്ക് മാറി, അത് എന്നിലേക്ക് മാറി, ഞാൻ എൻ്റെ മോനിലേക്ക് മാറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെരുപ്പ് ഉണ്ടാക്കി സ്വയം കൈകൊണ്ട് ചെരുപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യലായിരുന്നു നമ്മളെ മെയിൻ ഇത്. എങ്ങനെ ചെരുപ്പ് ഉണ്ടാക്കണം, എന്താണ് ചെരുപ്പ് ബാട്ടം എവിടെയാണ്, അപ്പർ എവിടെയാണ്, ഏത് ചെരുപ്പിലാണ്, ഏത് മെറ്റീരിയലാണ് കാലിന് സോഫ്റ്റ് കിട്ടുക, അതൊക്കെയാണ് ഞങ്ങളെ മെയിൻ എക്സ്പീരിയൻസ്. ഞങ്ങളൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. അത് ഉപ്പാന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നത് ഞങ്ങളെ ഉപ്പയാണ്. അപ്പൊ ഞങ്ങളെ മക്കൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബിസിനസ് ആണ് ഞങ്ങൾ ഇപ്പം ഗ്രോത്ത് ചെയ്തിട്ട് അൽഹംദുലില്ലാ ഇന്റർനാഷണൽ ലെവലിൽ ഇന്നിപ്പം ദുബൈയിൽ ഇത്ര ഒരു സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇനിയിപ്പോ ഹോൾസെയിൽ അല്ലാതെ റീറ്റെയിൽ തുടങ്ങുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത 26 ഞങ്ങളുടെ പ്ലാൻ ആണ്. 26 റീറ്റെയിലേക്ക് ഇറങ്ങണം ഇൻഷാ അല്ലാഹ്. എല്ലാവിധ പ്രാർത്ഥനകളും പിന്നെ ദുആകളും ഒക്കെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.